VR അനൂപ്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. വളരെ കൃത്യമായി പ്രതിപക്ഷത്ത് കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു നയസമീപനമുണ്ട്. അങ്ങ് തന്നെ ആമുഖമായി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെ കുറിച്ചുള്ള VD സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരിക്കുന്നു. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. അത് കേവലം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടല്ല, അതൊരു പാർട്ടിയുടെ നിലപാടാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങടക്കം നയിച്ച ചർച്ചകളിലിരുന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതൊരു സംഘപരിവാർ പ്രൊജക്റ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് രാഷ്ട്രീയമായി CPMനെ ആ കാര്യത്തിൽ എതിർത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടാണ്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ, ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPMകാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഈ അവരൊപ്പിട്ടു എന്നതല്ലാതെ പുതിയ ക്യാപ്സ്യൂൾ എന്തെങ്കിലും ഉണ്ടോ വസന്തിന്റെ കയ്യിൽ? മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ ഒളിച്ചോടാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. സർവേശ്വരൻ ആയുസ് നീട്ടി തന്നാൽ നമുക്ക് അന്നിരിക്കും.